നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക രാജ്യങ്ങളിലെ സമ്മർദ്ദത്തിനിടയിലും ഗാസയിൽ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 89 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. പട്ടിണി മൂലം 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർ കൂടി മരണത്തിന് കീഴടങ്ങി. ഗാസയുടെ പട്ടിണി മാറ്റുവാൻ കൂടുതൽ സഹായം ഉടൻ ലഭ്യമാക്കണമെന്ന് 27 രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. നെതന്യാഹുവിനെതിരെ പ്രതിഷേധവുമായി ഇസ്രയേലിലെ 100 കണക്കിന് റിസർവ് പൈലറ്റുമാർ രംഗത്തെത്തി. വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രയേൽ സംഘം അടുത്തയാഴ്ച ദോഹയിലേക്ക് തിരിക്കുകയാണ്. ഗാസയിൽ 24 മണിക്കൂറിലൂടെ 89 പേരെ കൂട്ടക്കൊല ചെയ്തിരിക്കുകയാണ് ഇസ്രയേൽ. ഇവരിൽ 36 പേർ ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളിൽ സഹായം തേടിയെത്തിയവരാണ്. പട്ടിണി മൂലം 5 പേര് മരിച്ചു. ഇതോടെ പട്ടിണിക്കൊലയിൽ മരിച്ചവരുടെ എണ്ണം 227 ഇവരിൽ 103 പേർ കുട്ടികളാണ്. പട്ടിണി വരഞ്ഞു മുറുക്കിയിട്ടും ഗാസയിലേക്ക് കൂടുതൽ സഹായം ലഭ്യമാക്കുവാൻ വിസമ്മതിക്കുന്ന ഇസ്രായേൽ നടപടിയെ ചോദ്യം ചെയ്ത് 27 രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. UK, കാനഡ, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നിവയ്ക്ക് പുറമെ 23 യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്നാണ് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത്. ഗാസ യുദ്ധം ഉടൻ നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ടെലവീവിലെ സൈനിക ആസ്ഥാനത്തിന് മുൻപാകെ ഇസ്രായേൽ വ്യോമസേനയിലെ നിരവധി പൈലറ്റുമാർ പ്രതിഷേധിച്ചു. ഫലശൂന്യമായ യുദ്ധമാണിതെന്നാണ് പൈലറ്റുമാർ ചൂണ്ടിക്കാട്ടിയത്. ഗാസ കിഴക്കൻ വിപുലമായ സൈനിക പദ്ധതിയുമായി ഇസ്രായേൽ മുന്നോട്ട് നീങ്ങവേ വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കുവാനുള്ള നീക്കവും സജീവമാണ്. ഖലീൽ അൽ ഹവയുടെ നേതൃത്വത്തിലാണ് ഹമാസ് സംഘം ഈജിപ്ത് തലസ്ഥാനമായ കൊയ്റയിലെത്തിയത്. അടുത്തയാഴ്ച ഇസ്രായേൽ ഉന്നത സംഘം ദോഹയിലെത്തുമെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗാസ വെടിനിർത്തലിനായി തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഹമാസ് തള്ളിയതാണ് ശ്രമം പരാജയപ്പെടുവാൻ കാരണമെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു. അനസ് അൽ ഷരീഫ് ഉൾപ്പെടെ 5 അൽ ജസീറ മാധ്യമ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ ഇസ്രായേലിനെതിരെ കൂടുതൽ രാജ്യങ്ങൾ രംഗത്ത് വരികയായിരുന്നു. സയനിസ്റ്റ് അതിക്രമങ്ങൾക്കെതിരെ ഫലസ്തീനിൽ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകി രക്തസാക്ഷിയായ ഇസുദ്ദീൻ അൽ ഖസാന്റെ ഖബറിടം പൊളിച്ചുമാറ്റണമെന്ന് ഇസ്രായേൽ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ ആവശ്യപ്പെട്ടു. ഗാസയിൽ പട്ടിണി കിടക്കുന്ന കുട്ടികളുടെ ഹൃദയഭേദകമായ ചിത്രങ്ങൾ ഇസ്രായേൽ ആക്രമണത്തെ അതിന്റെ നിലവിലെ രൂപത്തിൽ പിന്തുണയ്ക്കുന്നവരും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാർ യുദ്ധം കൈകാര്യം ചെയ്യുന്ന രീതിയെ എതിർക്കുന്നവരും തമ്മിലുള്ള ഒരു ഭിന്നതയ്ക്ക് കാരണമായി മാറുന്നുണ്ട്. രക്തച്ചൊരിച്ചിൽ രൂക്ഷമായ ഇവിടെ നിരാശരായ അമേരിക്കയും അന്താരാഷ്ട്ര സമൂഹത്തിലും കുഴപ്പങ്ങൾ നിറഞ്ഞ ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളുടെ നിയന്ത്രണം കൂടുതൽ നന്നാക്കി ഏറ്റെടുക്കുവാൻ സമ്മർദ്ദം വർദ്ധിച്ചു വരികയാണ്. തങ്ങൾക്കിടയിൽ ഭിന്നത മാത്രമല്ല, വിദ്വേഷവും കാണുന്നു. അത് ഭാവിക്ക് നല്ല കാര്യമല്ല. ലോസ് ഏഞ്ചൽസിലെ കൺസർവേറ്റീവ് സിനഗോഗായ സിനായി ടേബിളിലെ റാബി എറേഷ് ഷെർമാൻ പ്രതികരിച്ചത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ പരിഹരിക്കാൻ കഴിയില്ല, അതിൽ എങ്ങനെ പ്രവർത്തിക്കാം? എന്നാൽ ഇസ്രയേലിനുള്ള പിന്തുണ എപ്പോഴും നിരവധി അമേരിക്കൻ ജൂത ഗ്രൂപ്പുകളിലും റബ്ബികളിലും ഇരുമ്പ് പെട്ടിയായി തുടരുകയാണ്. ഹമാസ് മാനുഷിക സഹായം നിരപരാധികളായ സാധാരണക്കാർക്ക് എത്തുന്നത് തടയുന്നുവെന്നും വാദിക്കുന്നുണ്ട്. യുദ്ധകാലത്ത് ഗാസയിലെ ഫലസ്തീനുകൾക്ക് ഇസ്രയേൽ അസാധാരണമായ തുക സഹായം നൽകിയിട്ടുണ്ട്. അത് ശരിക്കും അഭൂതപൂർവമായ സാഹചര്യമാണ്. ഹമാസിന്റെ കസ്റ്റഡിയിൽ തുടരുന്ന ഒരു ഇസ്രയേലി ബന്ദിയുടെ ചിത്രം ഉൾപ്പെടുത്തി ദ ന്യൂയോർക്ക് ടൈംസിൽ അടുത്തിടെ ഒരു ഫുൾ പേജ് പരസ്യം പ്രസിദ്ധീകരിച്ച അമേരിക്കൻ ജൂത കമ്മിറ്റിയുടെ വക്താവ് ബെല്ല എട്രയോറിയാണ് ഇത് പ്രതികരിച്ചത്. ഹമാസിന്റെ പ്രവർത്തനങ്ങൾ കാരണം ഈ മുഴുവൻ യുദ്ധത്തിലുടനീളം ഏറ്റുമുട്ടലിൽ അകപ്പെട്ട പലസ്തീൻ സിവിലിയന്മാർ കഷ്ടപ്പെടരുത്, അവർ കൂട്ടിച്ചേർത്തു. ഇസ്രയേൽ അത് ആഗ്രഹിക്കുന്നില്ല. ഗാസയിൽ ഭക്ഷണം തേടി നടന്ന പ്രക്ഷോഭത്തിൽ ഏകദേശം 1400-ലധികം പേർ കൊല്ലപ്പെടുകയും 4000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഐക്യരാഷ്ട്രസഭയുടെ മാനുഷിക കാര്യങ്ങളെ ഏകോപന ഓഫീസ് കഴിഞ്ഞ ആഴ്ച അറിയിച്ചു. ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ അഥവാ GHF എന്ന വിവാദ അമേരിക്കൻ ഇസ്രയേലി പിന്തുണയുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾക്ക് സമീപം കുറഞ്ഞത് 859 പേർ കൊല്ലപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. കൊലപാതകങ്ങൾക്ക് പ്രധാനമായും ഉത്തരവാദി ഹമാസ് ആണെന്ന് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോണി മൂർ പറയുന്നു. ഇസ്രയേലി വെടിവയ്പിൽ ആളുകൾ മരിക്കുന്നുവെന്ന വാർത്തകൾ അവർ തള്ളിക്കളഞ്ഞു. ഈ ആരോപണങ്ങളിൽ ചിലതുമായി വിദൂരമായി യോജിക്കുന്ന ഒന്നും ഇസ്രയേൽ സൈന്യം ചെയ്യുന്നതായി തങ്ങൾ കണ്ടിട്ടില്ലെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. തങ്ങളുടെ സൈറ്റുകൾക്ക് മാത്രമല്ല UN വിതരണ സൈറ്റുകൾക്കും സമീപത്തായി 100 കണക്കിന് ആളുകളെ ഹമാസ് മനഃപൂർവ്വം കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നത് വളരെ വ്യക്തമായ വസ്തുതയാണ്. ആ ആക്രമണങ്ങളെ IDF-നോ GHF-നോ സമീപം തെറ്റായി വ്യാഖ്യാനിക്കുകയോ വേണ്ടിയാണിത്. ഇസ്രയേൽ പ്രതിരോധ സേനയെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിനായി അമേരിക്കയിലെ ജൂത പ്രസ്ഥാനങ്ങളിലുടനീളമുള്ള സിനഗോഗുകൾ ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായി വട്ടമേശ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ മാസം ലോസ് ഏഞ്ചൽസിലെ സിനായി ടേബിൾ ആതിഥേയത്വം വഹിച്ച GHF-മായുള്ള ഒരു പരിപാടിയിൽ പ്രതികരണങ്ങൾ സമ്മിശ്രമായിരുന്നുവെന്ന് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ റബ്ബി ഷെർമാൻ പറയുന്നു. ഇത്രയധികം വിമർശനങ്ങൾ നേരിടുന്ന ഒരു സംഘടനയ്ക്ക് സ്വന്തം വാദം അവതരിപ്പിക്കുവാൻ അനുവാദം നൽകിയതിൽ ചിലർ ഞെട്ടിപ്പോയി. മറ്റു ചിലർക്ക് പ്രാദേശിക ജനങ്ങളിൽ നിന്ന് നേരിട്ട് കേൾക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുകയും അനാഥരെയും വിധവകളെയും പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഇടയിൽ നിന്ന് തിന്മയെ എങ്ങനെ തടയാനാകും? സങ്കീർത്തനം 146 പരാമർശിച്ചുകൊണ്ട് ഷെർമാൻ വട്ടമേശ സമ്മേളനത്തിൽ പറഞ്ഞു, എനിക്കിത് അസാധ്യമായ ഒരു കാര്യമാണ്. കുറഞ്ഞത് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഞാൻ നന്ദി പറയുന്നു.
നെതന്യാഹുവിന്റെ യുദ്ധം കൈകാര്യം ചെയ്യുന്ന രീതിയെ ചൊല്ലി ജൂത അമേരിക്കക്കാർക്കിടയിൽ ഭിന്നതയുണ്ടെന്ന് പോൾ സൂചിപ്പിച്ചു. പ്യൂ റിസർച്ച് സെന്റർ റിപ്പോർട്ട് അനുസരിച്ച് 53% ജൂത അമേരിക്കക്കാരും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആത്മവിശ്വാസത്തിലല്ലെന്ന് പറയുന്നു. 45% പേർ ആത്മവിശ്വാസമുണ്ടെന്ന് പറയുന്നു. പ്യൂ റിസർച്ച് സെന്റർ പ്രകാരം ഏകദേശം 6 ദശലക്ഷം ജൂതന്മാർ അമേരിക്കയിൽ താമസിക്കുന്നുണ്ട്. അതായത് ജനസംഖ്യയുടെ 2%. ഗാസയിൽ GHF പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഏപ്രിൽ സർവേ നടത്തിയതാണിത്. സഹായ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങൾക്ക് ആരാണ് ഉത്തരവാദി എന്നതിനെക്കുറിച്ച് ഹമാസ് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് നിരവധി ജൂത അമേരിക്കൻ സംഘടനകൾ ഉൾപ്പെടെയുള്ള നെതന്യാഹുവിന്റെ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവർ ആരോപിച്ചു. ഹമാസ് ആവർത്തിച്ച് നിഷേധിച്ച ഈ വാദം ഹമാസ് നിഷേധിച്ചിട്ടുണ്ട്. ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ശേഷിക്കുന്ന ഇസ്രായേലി ബന്ദികളുടെ കാര്യത്തിൽ വിമർശകർക്ക് ശ്രദ്ധ നഷ്ടപ്പെട്ടതിനെയും അവർ വിമർശിച്ചു. ഹമാസ് ആയുധങ്ങൾ താഴെ വച്ചതിൽ ഇതെല്ലാം എപ്പോൾ വേണമെങ്കിലും നിർത്തലാക്കാം. നെതന്യാഹുവിന്റെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ജൂത മനുഷ്യാവകാശ സംഘടനയായ സൈമൺ വിസെന്താൽ സെന്ററിലെ ഓർത്തഡോക്സ് റബി എബ്രഹാം കൂപ്പർ പറഞ്ഞു. നെതന്യാഹുവിന്റെ നിലപാട് ജൂത ജനതയ്ക്ക് സുരക്ഷിതമായി ഇസ്രയേലിലോ ആഗോള അന്തരീക്ഷമോ സൃഷ്ടിക്കുന്നില്ല എന്നതാണ് നിരവധി സംഘടനകളും റബ്ബികളും ഉയർത്തുന്ന ഒരു ആശങ്ക. തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രയേലികളെയും ഫലസ്തീനികളെയും അനാവശ്യമായ രക്തച്ചൊരിച്ചിലിലേക്ക് തള്ളിവിടുകയാണെന്നാണ് ലാഭേച്ഛയില്ലാത്ത അഭിഭാഷക സംഘടനയായ ജെ സ്ട്രീറ്റ് പ്രസിഡന്റ് ജെറമി ബെൻ ആമി പറഞ്ഞത്. ദ്വിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുന്ന ജെ സ്ട്രീറ്റ് യുദ്ധത്തിന് വർഷങ്ങൾക്ക് മുമ്പ് നെതന്യാഹുവിനെ എതിർത്തിരുന്നു. നിങ്ങൾ ആളുകളോട് പലസ്തീൻ അനുകൂലികളോടോ ഇസ്രയേൽ അനുകൂലികളോ ആകണമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെയും നമ്മുടെ കുട്ടികളെയും ഒരിക്കലും അവസാനിക്കാത്ത ഒരു സംഘർഷത്തിലേക്ക് തള്ളിവിടുകയാണ്. ഈ മാസം ആദ്യം ന്യൂയോർക്ക് നഗരത്തിലെ ട്രംപ് ടവറിന് പുറത്ത് അമേരിക്ക ഇസ്രയേലിന് ആയുധം നൽകുന്നത് നിർത്തണമെന്നും ഗാസയ്ക്ക് ഭക്ഷണം നൽകണമെന്നും ആഹ്വാനം ചെയ്ത 40-ലധികം പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഗാസയിൽ ആയിരക്കണക്കിന് കുട്ടികൾ ഉൾപ്പെടെ 61,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു. കൂടാതെ പ്രദേശത്തിന്റെ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെട്ടു. ഗാസയിൽ കൂടുതൽ അസാധാരണക്കാർ കൊല്ലപ്പെടുന്നതോടെ നെതന്യാഹുവിന്റെ തന്ത്രത്തെ ചോദ്യം ചെയ്യുവാൻ തുടങ്ങി. സ്വകാര്യമായി ജൂത സാധാരണ നേതാക്കൾ ഗാസയെക്കുറിച്ച് ദുഃഖിതരാണ്. പരസ്യമായി അവർ സെമിറ്റിക് വിരുദ്ധരുമായി മുദ്രകുത്തപ്പെടുമെന്ന് ഭയപ്പെടുന്നുവെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മെയ് മാസത്തിൽ വാഷിംഗ്ടൺ DC-യിലെ ക്യാപിറ്റൽ ജൂത മ്യൂസിയത്തിന് പുറത്ത് 2 ഇസ്രായേലി എംബസി ജീവനക്കാർ കൊല്ലപ്പെട്ടു. ജൂണിൽ കൊളറോഡയിലെ ഇസ്രായേലി ബന്ദികളെ പിന്തുണയ്ക്കുന്ന ഒരു സംഘം 2 മൊളോട്ടോവ് കോക്ടെയിലുകൾ ഉപയോഗിച്ച് ആക്രമിക്കപ്പെട്ടു. കോളേജ് ക്യാമ്പസുകളിൽ ജൂതവിരുദ്ധ അധിക്ഷേപങ്ങളും അടയാളങ്ങളും രാജ്യത്തുടനീളമുള്ള ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ജൂതന്മാർ പരസ്പരം കടുത്ത അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കുക എന്നത് ജൂത ചരിത്രത്തിൽ അപൂർവമായ കാര്യമല്ല. സമൂഹത്തിലെ പകുതി വരെ മറ്റൊരാൾക്കെതിരെ ആയുധമാക്കാനുള്ള ശ്രമം നടക്കുന്നതായി തോന്നുന്നു എന്നതാണ് സത്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.